സാങ്കേതിക രംഗം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു നിർണായക തീരുമാനത്തിന്റെ വക്കിലാണ് അമേരിക്ക. എക്കാലത്തെയും ഏറ്റവും ശക്തമായ AI ചിപ്പുകളിൽ ഒന്നായ എൻവിഡിയയുടെ H200 ചിപ്പുകൾ ചൈനയ്ക്ക് വിൽക്കാൻ അനുവദിക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തിമ തീരുമാനമെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നതോടെ ചൈനീസ് ചിപ്പ് കമ്പനികളുടെ ഓഹരികൾ ഇടിയുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് H200 ചിപ്പ് ഇത്രയും വലിയ ചർച്ചാ വിഷയമാകുന്നത്? ഈ ഡിജിറ്റൽ വെപ്പൺ എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങളുടെ ശക്തി നിർണ്ണയിക്കുന്നത്? എന്താണ് എൻവിഡിയയുടെ H200 ചിപ്പ്? എന്തുകൊണ്ടാണ് ഇതൊരു ബിഗ് ഡീൽ ആകുന്നത്? പരിശോധിക്കാം. എൻവിഡിയ H200 ഒരു സാധാരണ ചിപ്പല്ല, മറിച്ച് ജനറേറ്റീവ് AI, ലാർജ് ലാംഗ്വേജ് മോഡൽസ് LLMs, അതുപോലെ ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു സൂപ്പർ ചിപ്പാണ്. ഈ H200 ചിപ്പുകൾക്ക് മുൻ മോഡലായ H100നേക്കാൾ കൂടുതൽ ഹൈ ബാൻഡ് വിഡ്ത്ത് മെമ്മറി ഉണ്ട്. ഇത് ഡേറ്റ പ്രോസസ്സിംഗ് വേഗത്തിലാക്കുകയും AI മോഡലുകൾക്ക് കൂടുതൽ സങ്കീർണമായ ഡേറ്റ സെറ്റുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ US നിയമങ്ങൾ അനുസരിച്ച് എൻവിഡിയയ്ക്ക് ചൈനയ്ക്ക് വിൽക്കാൻ അനുവാദമുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ചിപ്പ് എന്ന് പറയുന്നത് H20 ആണ്. എന്നാൽ പുതിയ H200 ചിപ്പ് ഈ പറയുന്ന H20 ചിപ്പിനേക്കാൾ ഏകദേശം 2 ഇരട്ടി പവർഫുൾ ആണ്, ശക്തമാണ് എന്നാണ് പറയുന്നത്. US കോമേഴ്സ് സെക്രട്ടറി ഹോവർഡ് ലൂട്നിക് ഈ തീരുമാനത്തെ ഒരു തന്ത്രപരമായ ചോദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് ചൈനയെ അവരുടെ സാങ്കേതിക വിദ്യയിലും ടെക് സ്റ്റാക്കിലും ആശ്രിതരാക്കി നിർത്താൻ വേണ്ടി ചില ചിപ്പുകൾ വിൽക്കണോ, അതോ നമ്മുടെ ഏറ്റവും മികച്ച ചിപ്പുകൾ അവർക്ക് വിൽക്കാതെ നൽകാതെ AI മേഖലയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കണോ എന്നതാണ്. സാമ്പത്തിക ലാഭത്തിനായി അമേരിക്കൻ കമ്പനികളെ സഹായിക്കുന്നതിനൊപ്പം ചൈനയ്ക്ക് സൈനിക മേൽക്കൈ നൽകുന്ന സാങ്കേതിക വിദ്യകൾ തടയുക എന്ന പരസ്പര വിരുദ്ധമായ മുൻഗണനകളെ ബാലൻസ് ചെയ്യുക എന്നതാണ് ട്രംപിന്റെ മുന്നിലുള്ള വെല്ലുവിളി. 2022 ആദ്യം ഏർപ്പെടുത്തിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ലക്ഷ്യമിട്ടത് ബെയ്ജിങ്ങിനും അവരുടെ സൈന്യത്തിനും അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സാങ്കേതിക വിദ്യകൾ ലഭിക്കുന്നത് തടയുക എന്നതായിരുന്നു. ഈ അതിവേഗ ശേഷി, അതായത് ഇപ്പോൾ വരുന്ന ഈ ഒരു അതിവേഗ ശേഷി ചൈനയ്ക്ക് തങ്ങളുടെ സൈനിക AI സംവിധാനങ്ങൾ, നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ, സൈബർ യുദ്ധോപകരണങ്ങൾ എന്നിവ അതിവേഗം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുകൊണ്ടാണ് ഈ ചിപ്പിനെ ഒരു ഡിജിറ്റൽ വെപ്പൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ചൈനീസ് ചിപ്പ് ഓഹരികൾക്കുണ്ടായ ഇടിവാണ്. ആ ആശങ്കകളുടെ കാരണം ഒന്ന് പരിശോധിക്കാം. അതായത് സാമ്പത്തിക പ്രതിസന്ധി ഒന്ന് പരിശോധിക്കാം. ട്രംപ് ഭരണകൂടം H200 ചിപ്പുകൾ വിൽക്കാൻ അനുവദിച്ചേക്കുമെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചൈനയിലെ പ്രമുഖ ചിപ്പ് നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞിരുന്നു. ഇടിവിന്റെ കാരണം ഒന്നാമതായി മത്സരമാണ്. എൻവിഡിയയുടെ കൂടുതൽ ശക്തമായ ചിപ്പുകൾ ചൈനീസ് വിപണിയിൽ എത്തുന്നത് സ്വദേശീയമായി ചിപ്പുകൾ നിർമ്മിക്കുന്ന SMIC, അതായത് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഇന്റർനാഷണൽ കോർപ്പും അതുപോലെ ഹുവാഹോങ് സെമി കണ്ടക്ടർ തുടങ്ങിയ കമ്പനികൾക്ക് ഒരു മത്സരം സൃഷ്ടിക്കും. ഇവരുടെയൊക്കെ ഓഹരി 6 മുതൽ 7% വരെ ഇടിയുകയും ചെയ്തു എന്നതും ശ്രദ്ധേയമാണ്. അടുത്ത കാരണം എന്ന് പറയുന്നത് സ്വയം പര്യാപ്തതയ്ക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഭീഷണിയാണ്. അമേരിക്കൻ ചിപ്പുകൾക്ക് അനുമതി നൽകുന്നത് ചൈനയുടെ AI സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് തിരിച്ചടിയാകുമെന്നും, അതായത് അമേരിക്കൻ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് തുടരേണ്ടി വരുമെന്നും ചൈനീസ് നിക്ഷേപകർ ഭയപ്പെടുന്നു. എൻവിഡിയയ്ക്ക് ചൈന ഒരു വലിയ വിപണിയാണ്. നിരോധനം തുടർന്നാൽ ഈ കോടികളുടെ വരുമാനം മറ്റു വിദേശ എതിരാളികൾക്ക് ലഭിക്കും. അതിനാൽ നിരോധനത്തിൽ ഇളവ് നൽകണമെന്ന് എൻവിഡിയ ശക്തമായി വാദിക്കുന്നുണ്ട്. ചൈനയുടെ സൈനിക ശേഷി വർദ്ധിക്കുമെന്ന ഭയം കാരണം കയറ്റുമതി നിരോധനം തുടരണമെന്ന് സുരക്ഷാ വിദഗ്ധർ ആവശ്യപ്പെടുന്നു. H200 ചിപ്പിന്റെ അതിശക്തമായ ശേഷിയാണ് ഈ തർക്കങ്ങളുടെ എല്ലാം കാതലെന്ന് പറയുന്നത്. ഈ ചിപ്പുകൾ വിൽക്കാൻ അനുമതി നൽകുന്നത് ചൈനയ്ക്ക് AI യുദ്ധത്തിൽ മുൻതൂക്കം നൽകുമെന്നും, അതുപോലെ നിരോധനം തുടരുന്നത് അമേരിക്കയ്ക്ക് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കുമെന്നും ഉറപ്പാണ്. ട്രംപിന്റെ ഈ തീരുമാനം വരും വർഷങ്ങളിൽ ലോക സാങ്കേതിക വിദ്യയുടെ ഗതി നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും. സാമ്പത്തികമായി ലാഭം നേടാനുള്ള അവസരം വിനിയോഗിക്കുമോ, അതോ ചൈനയെ ആശ്രിതരാക്കി നിർത്താനുള്ള തന്ത്രപരമായ നീക്കമാണോ ട്രംപ് തിരഞ്ഞെടുക്കുക? കാത്തിരുന്ന് തന്നെ കാണണം.